ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ നാലാമത്തെ ടോപ്പിക് ഇന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ നാലാമത്തെ ടോപ്പിക് ഇതാണ്, ഫസ്റ്റ് വേൾഡ് വാർ. ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ഫസ്റ്റ് വേൾഡ് വാർ, കോസസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ദ ഡോൺ ഓഫ് 20th century opened with thunder and lightning the political horizon of the world. ലോക രാഷ്ട്രീയ ചക്രവാളത്തിൽ ഇടിയും മിന്നലുമായി 20ാം നൂറ്റാണ്ട് പൊട്ടിപ്പുറപ്പെടുകയായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്തരൂക്ഷിതമായിട്ടുള്ള 2 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നൂറ്റാണ്ടായിരുന്നു 20ാം നൂറ്റാണ്ട്. ദ ഫസ്റ്റ് വേൾഡ് വാർ കമൻസ്ഡ് ഇൻ 1914 ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ 1918. 1914 ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നു. 1918 ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു. ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വാസ് സൈൻഡ് ഇൻ 1919. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനത്തിൽ ഒരു സന്ധി ഉണ്ടാക്കി, ഒരു സമാധാന സന്ധി ഉണ്ടാക്കി. അത് 1919 വേഴ്സായ് ഉടമ്പടി ആയിരുന്നു. ഇറ്റ് കട്ട് എ റെഡ് ഗാഷ് അക്രോസ് ഹിസ്റ്ററി. ചരിത്രത്തിന് കുറുകെ ചുവപ്പ് നാട അണിയിച്ച ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് വേൾഡ് വാർ വാസ് എ ബ്ലഡി ബാറ്റിൽ എന്നാണ് എൻ്റെ അർത്ഥം. ധാരാളം പേര് മരിക്കുന്നതിനും ധാരാളം പേരുടെ വസ്തുവകകളും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നതിനും അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നതിനും ഒക്കെ കാരണമാക്കിയ ഒരു യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഫ്രൈറ്റ്ഫുൾ വാർ ദാറ്റ് ദ മാൻകൈൻഡ് ഹാഡ് എക്സ്പീരിയൻസ്ഡ് സോ ഫാർ. മാനവരാശി കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ദെർ വെർ സെവറൽ കോസസ് റെസ്പോൺസിബിൾ ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഈ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിന് ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നാരോ നാഷണാലിസം. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നാരോ നാഷണാലിസം. അതിര് കടന്ന ദേശീയതയെന്നോ ഇടുങ്ങിയ ദേശീയതയെന്നോ ഒക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. ദ ടേം നാഷണാലിസം മീൻസ് ഫീലിംഗ് ഓഫ് വൺനെസ്. നാം എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയാണ്, എന്ന വികാരമാണ് നാഷണാലിസം. ദ ടേം നാഷണാലിസം മീൻസ് ഫീലിംഗ് ഓഫ് വൺനെസ്, വൺ കൺട്രി, വൺ കൾച്ചർ ആൻഡ് വൺ പീപ്പിൾ. ഒരിറ്റ രാജ്യം, ഒരിറ്റ സംസ്കാരം, ഒരിറ്റ ജനത എന്ന വികാരമാണ് ദേശീയത. നമ്മുടെ രാജ്യത്തോട് നമുക്ക് തോന്നുന്ന പ്രതിപത്തി, ഒരു സ്നേഹം, അതാണ് ദേശീയത. അത് നല്ലതാണ്. നാഷണാലിസം ഈസ് കൺസ്ട്രക്റ്റീവ്, വളരെ നല്ലതാണ്. ബട്ട് ഡ്യൂറിങ് ദാറ്റ് ടൈം ഇറ്റ് ബിക്കെയിം എ കട്സ് ടു ഹ്യൂമാനിറ്റി. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഈ ദേശീയത ഒരു ശാപമായിട്ട്, മാനവരാശിക്ക് ഒരു ശാപമായിട്ടത് മാറുകയും ചെയ്തു. ദ സ്ട്രോങ് ഫീലിംഗ് ഓഫ് നാഷണാലിസം ലെഡ് ടു ദ ഈവിൾ തിയറി, മൈ കൺട്രി റൈറ്റ് ഓർ റോങ്. അപ്പോൾ അതിര് കടന്ന ദേശീയത ഉണ്ടായപ്പോഴേക്ക് യൂറോപ്പിലെ പല രാജ്യത്തിലെയും ജനതയ്ക്ക് ഒരു ചിന്തയുണ്ടായി, എൻ്റെ രാജ്യം ശരിയോ തെറ്റോ എന്നതല്ല, എൻ്റെ രാജ്യം തെറ്റ് ചെയ്താലും അത് ശരിയായിട്ട് അവർ സമർത്ഥിക്കും. അത് നല്ല ഒരു സ്വഭാവം ആയിരുന്നില്ല എന്നതാണ്, നല്ലതായിരുന്നില്ല. മൈ കൺട്രി റൈറ്റ് ഓർ റോങ്, ശരിയാണോ തെറ്റാണോ എന്ന് അവർ ചിന്തിക്കില്ല. അവർ രാജ്യം എന്ത് ചെയ്തോ അത് നല്ലതാണെന്ന് അവർ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. സം കൺട്രീസ് ഫെൽറ്റ് ദാറ്റ് ദേ വെയർ സുപ്പീരിയർ ടു അതേഴ്സ്. ചില ചില ഒരു ചിന്ത, മറ്റ് രാജ്യക്കാരെക്കാളും അവർ സുപ്പീരിയറാണ്, അവർ വലുതാണ്, അവർ മറ്റുള്ള ആൾക്കാരെ ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നൊക്കെ ഉള്ള ചിന്ത ചില രാജ്യക്കാർക്കുണ്ടായി എന്നതാണ്. സം കൺട്രീസ് ഫെൽറ്റ് ദാറ്റ് ദേ വെയർ സുപ്പീരിയർ ടു അതേഴ്സ് ആൻഡ് ദേ വെയർ ബോൺ ടു റൂൾ. അവർ ജനിച്ചത് തന്നെ മറ്റുള്ള ആൾക്കാരെ ഭരിക്കാൻ വേണ്ടി ജനിച്ചതാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. ജർമ്മനി അണ്ടർ ബിസ്മാർക്ക് ഡിക്ലെയർഡ് ദാറ്റ്. ബിസ്മാർക്കിൻ്റെ നേതൃത്വത്തിലുള്ള ജർമ്മനി ബിസ്മാർക്ക് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വി ദ ജർമ്മൻസ് ഫിയർ ഓൺലി ഗോഡ് ആൻഡ് നത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ജർമ്മനിക്കാർ, ഞങ്ങൾ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടുകയില്ല. ഞങ്ങൾക്ക് ഒരേ ഒരാളിനെ മാത്രമേ ഭയമുള്ളൂ, ദൈവത്തെ മാത്രം. ലോകത്തിലെ വേറെ ആരെയും ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഓട്ടോ വോൺ ബിസ്മാർക്ക് ഒരിക്കൽ പറഞ്ഞതാണ്. This feeling of nationalism led to the outbreak of the First World War. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ദേശീയത,
ഇടുങ്ങിയ ചിന്താഗതി ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു എന്നതാണ്. മറ്റ് രാജ്യക്കാരെ, മറ്റ് ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, ഞങ്ങൾ ലോകം മുഴുവനും ഭരിക്കാനുള്ളവരാണ് എന്നുള്ള മോശമായ ചിന്താഗതി ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാരണം മിലിറ്ററിസം, സൈനികത. മലയാളത്തിൽ സൈനികത എന്ന് പറയും, മിലിറ്ററിസം. ദ ഡിസയർ ടു ബി മൈറ്റി, എല്ലാവർക്കും ശക്തന്മാരാകണം എന്നുള്ള ഒരു ചിന്ത. ടെറിബിൾ ഫിയർ, മറ്റുള്ള രാജ്യക്കാരെ ഭയപ്പെടുന്നത്, അമിതമായിട്ട് ഭയപ്പെടുന്നത്. ടെറിബിൾ ഫിയർ. സഫോക്കേറ്റിംഗ് സസ്പിഷൻ, മറ്റ് രാജ്യക്കാർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും സംശയം, സസ്പിഷൻ എക്സെട്ര ലെഡ് ടു മിലിറ്ററിസം. ഒരു രാജ്യം 10 ആറ്റം ബോംബ് വാങ്ങി വെച്ചാൽ അടുത്തവൻ 15 വാങ്ങും, അതിൻ്റെ അടുത്ത രാജ്യക്കാരൻ 20 വാങ്ങും. ഇതായിരുന്നു അവസ്ഥ. All the scientific inventions were fully utilized for the construction of deadly weapons. ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവനും മാരക ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ചിലവഴിക്കുകയും ചെയ്തു. എവറി വാർഷിപ്പ് ബിൽറ്റ് ബൈ ജർമ്മനി, 2 ships were built by ബ്രിട്ടൻ. ജർമ്മനി ഒരു യുദ്ധക്കപ്പൽ ഉണ്ടാക്കിയാൽ ബ്രിട്ടൻ 2 ഉണ്ടാക്കും. ഇതായിരുന്നു അവസ്ഥ. They said it was done only for self-defense. ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിയ എല്ലാവരും പറഞ്ഞു ഇതെല്ലാം സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് അവകാശം പറയുകയും ചെയ്തു. ഇതെല്ലാം സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്നവർ പറയുകയും ചെയ്തു. ഇറ്റ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇത്തരത്തിലുള്ള സൈനികത, മിലിറ്ററിസം ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്. 3, എക്കണോമിക് ഇമ്പീരിയലിസം. എന്താണ് ഇമ്പീരിയലിസം? വാട്ട് ഈസ് ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം മീൻസ് ദ കംപ്ലീറ്റ് ഡോമിനേഷൻ ഓഫ് വൺ കൺട്രി ഓവർ ദ അനദർ കൺട്രി. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ പൂർണ്ണമായിട്ട് മേൽക്കോയ്മ ഉണ്ടാക്കുകയാണെങ്കിൽ, സോഷ്യലായിട്ട്, പൊളിറ്റിക്കലായിട്ട്, എക്കണോമിക്കായിട്ട്, റിലീജിയസ് ആയിട്ട്, കൾച്ചറലായിട്ട് പൂർണ്ണമായിട്ട് മേൽക്കോയ്മ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ആണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇവിടെ എക്കണോമിക് ഇമ്പീരിയലിസം, സാമ്പത്തിക രംഗത്ത് സാമ്രാജ്യത്വം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് എങ്ങനെ വഴിതെളിച്ചു എന്ന് നോക്കാം. ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ദ യൂറോപ്യൻ കൺട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് കോളനീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം യൂറോപ്പിലെ പല സാമ്രാജ്യങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദേ കോമ്പീറ്റഡ് മാർക്കറ്റ്സ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് ഗുഡ്സ്. അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവർ മത്സരങ്ങൾ നടത്തി. കോളനിയിൽ വന്ന് കൊള്ള ലാഭം കൊയ്യുന്നതിന് വേണ്ടി മത്സരങ്ങൾ അവർ സംഘടിപ്പിച്ചു. ആൻഡ് ടു കളക്ട് റോ മെറ്റീരിയൽസ് അറ്റ് ചീപ്പ് റേറ്റ്. 2 ലക്ഷ്യമാണ്. തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടണം, അതുപോലെ തന്നെ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എല്ലാം വിറ്റഴിക്കണം. ഇതിലേക്ക് വേണ്ടി അവർ കോമ്പീറ്റ് ചെയ്യുകയാണ്, പരസ്പരം മത്സരിക്കുകയാണ്. മോറോവർ, ദ റാപ്പിഡ് റൈസ് ഓഫ് ജർമ്മനി അലോംഡ് ദ യൂറോപ്യൻ പവേഴ്സ്. അസൂയ എന്ന് പറയും. യൂണിഫിക്കേഷന് ശേഷം ജർമ്മനി ദ്രുതഗതിയിൽ വളരുന്നു. ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദേ വിഷ്ഡ് ടു ചെക്ക് ദ ഇമ്പീരിയലിസ്റ്റ് പോളിസീസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ സാമ്രാജ്യത്വ നയങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യണം. ഇതാണ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ ആഗ്രഹം. ആൻഡ് വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇത് ഇത്തരത്തിലുള്ള എക്കണോമിക് ഇമ്പീരിയലിസം ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ച മൂന്നാമത്തെ കാരണമായിട്ട് മാറുകയും ചെയ്തു. 4, സീക്രട്ട് അലയൻസസ്, രഹസ്യ ധാരണകൾ എന്ന് നമുക്ക് പറയാം. സീക്രട്ട് അലയൻസസ്. ബിഫോർ 1914, യൂറോപ്പ് വാസ് ഡിവൈഡഡ് ഇൻ ടു 2 ആംഡ് ക്യാമ്പ്സ്. 1914 ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യൂറോപ്പ് 2 പ്രധാനപ്പെട്ട ആംഡ് ക്യാമ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇൻ 1879 ജർമ്മനി ഫോംഡ് ആൻ അലയൻസ് വിത്ത് ഓസ്ട്രിയ. 1879 ജർമ്മനി ഓസ്ട്രിയയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കിയിരുന്നു. ഇൻ 1882 ഇറ്റലി ജോയിൻഡ് ദിസ് അലയൻസ്. 1879 ജർമ്മനി ഓസ്ട്രിയയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി. 1882 ഇറ്റലി ഈ അലയൻസിൽ കൂടിച്ചേരുകയും ചെയ്തു. ഇറ്റലി ആൾസോ ജോയിൻഡ് ദിസ് അലയൻസ്.
ദസ് ഇറ്റ് കെയിം ടു ബി കോൾഡ് ട്രിപ്പിൾ അലയൻസ്. അപ്പോൾ 3 രാജ്യങ്ങളുണ്ട്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. അതുകൊണ്ട് ഇതിനെ ട്രിപ്പിൾ അലയൻസ് എന്നാണ് വിളിച്ചത്. 3 ശക്തി സഖ്യം എന്നൊക്കെ നമുക്ക് പറയാം. ട്രിപ്പിൾ അലയൻസ് എന്ന് ഇതിനെ വിളിച്ചു. ദ ഫോർമേഷൻ ഓഫ് ട്രിപ്പിൾ അലയൻസ് അലോങ്ഡ് ദ അതർ യൂറോപ്യൻ പവേഴ്സ്. മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് ഇതൊരു വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്തു. ട്രിപ്പിൾ അലയൻസിൻ്റെ ഫോർമേഷൻ മറ്റ് യൂറോപ്യൻ രാജ്യക്കാരെ ചൊടിപ്പിച്ചു. സോ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ജോയിൻഡ് വിത്ത് റഷ്യ. അതുകൊണ്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യയുമായിട്ട് ചേർന്നു. 3 രാജ്യങ്ങൾ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ഒരുമിക്കുകയാണ്. ആൻഡ് ഫോംഡ് ട്രിപ്പിൾ എൻഡൻറ്റ്. മറ്റേതിന് ബദലായിട്ട് മറ്റൊരു സഖ്യം ഉണ്ടാക്കി. 3 രാജ്യങ്ങൾ ഇവിടെയുമുണ്ട്. ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, 3 രാജ്യങ്ങൾ. ഇതിനെ വിളിച്ച പേരാണ് ട്രിപ്പിൾ എൻഡൻറ്റ്. ട്രിപ്പിൾ എൻഡൻറ്റ്. അപ്പോൾ ട്രിപ്പിൾ അലയൻസിൽ 3 രാജ്യങ്ങൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. ട്രിപ്പിൾ എൻഡൻറ്റയിൽ 3 രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ, 3 രാജ്യങ്ങൾ. ദിസ് സിസ്റ്റം ഓഫ് സീക്രട്ട് അലയൻസസ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇത്തരത്തിലുള്ള രഹസ്യ ധാരണകൾ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുകയും ചെയ്തു. 4 കാരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. നാരോ നാഷണാലിസം, ഇടുങ്ങിയ ദേശീയത. 2 മിലിറ്ററിസം, സൈനികത. 3 ഇക്കണോമിക് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം, സാമ്പത്തിക രംഗത്തുണ്ടായ സാമ്രാജ്യത്വ നയം. 4 സീക്രട്ട് അലയൻസസ്, രഹസ്യ ധാരണകൾ. 5 ഡിസയർ ടു ഗെറ്റ് ബാക്ക് അൾസേസ് ആൻഡ് ലൊറൈൻ. ജർമ്മൻ യൂണിഫിക്കേഷൻ സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഡിസയർ ടു ഗെറ്റ് ബാക്ക് അൾസേസ് ആൻഡ് ലൊറൈൻ. ഓൺ ദ ഈവ് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ, ജർമ്മനി ക്യാപ്ചേർഡ് അൾസേസ് ആൻഡ് ലൊറൈൻ ഫ്രം ഫ്രാൻസ്. യൂണിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പിടിച്ചെടുത്തു, അൾസൈസും ലൊറൈനും. ആഫ്റ്റർ ദിസ് ഫ്രാൻസ് വാസ് വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ടു റീക്യാപ്ചർ അൾസൈസ് ആൻഡ് ലൊറൈൻ, വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ യൂണിഫിക്കേഷൻ സമയത്ത് ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത അൾസൈസും ലൊറൈനും തിരിച്ചു പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുകയും ചെയ്തു. 6 സിക്സ്ത് പോയിൻ്റ്, ലാക്ക് ഓഫ് ഇൻ്റർനാഷണൽ മിഷനറി. അന്തർദേശീയമായിട്ട് രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഇല്ലാതെ പോയത് ഫസ്റ്റ് വേൾഡ് വാറിൽ വഴിതെളിച്ച ഘടകമാണ്. അതെന്താണെന്ന് നോക്കാം. ദെർ വെയർ അനാർക്കി ഇൻ ദ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഓഫ് വേരിയസ് കൺട്രീസ്. അന്തർദേശീയമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അരാജകത്വവും മാത്രം എല്ലായിടത്തും ഉണ്ട്. ഫോർജറി, തഫ്റ്റ്, കറപ്ഷൻ, ബ്രൈബറി എക്സെട്ര പ്രിവെയിൽഡ് ഇൻ എവരി ഫോറിൻ ഓഫീസസ്. വിദേശ രാജ്യ നയങ്ങളിൽ എല്ലായിടത്തും കൈക്കൂലിയും അഴിമതിയും കൊള്ളയടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ മോശമാണ്, ഇടപെടാൻ കൊള്ളില്ല. ഇറ്റ് ആൾസോ ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അന്തർദേശീയമായിട്ട് രാജ്യങ്ങളെ ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ശക്തി ഇല്ലാതെ പോയത് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള 6ാമത്തെ കാരണമാണ്. 6 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാരണം നമുക്കറിയാം, നാരോ നാഷണാലിസം, ഇടുങ്ങിയ ദേശീയത. 2 മിലിറ്ററിസം, സൈനികത. 3 ഇക്കണോമിക് ഇമ്പീരിയലിസം, സാമ്പത്തിക രംഗത്തുണ്ടായ സാമ്രാജ്യത്വ നയം. 4 സീക്രട്ട് അലയൻസ്, രഹസ്യ ധാരണകൾ. 5 ഡിസയർ ടു ഗെറ്റ് ബാക്ക് അൾസൈസ് ആൻഡ് ലൊറൈൻ. അൾസൈസും ലൊറൈനും തിരിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത. 6 ലാക്ക് ഓഫ് ഇൻ്റർനാഷണൽ മിഷനറി. അന്തർദേശീയ സംവിധാനം, രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അന്തർദേശീയ സംവിധാനം ഇല്ലാതെ പോയതും ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായി. 7 ഇമ്മീഡിയറ്റ് കോസ്. ഫസ്റ്റ് വേൾഡ് വാർ പെട്ടെന്നുണ്ടാകുന്നതിനുള്ള കാരണം, ഇമ്മീഡിയറ്റ് കോസ്. ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ വാസ് ദ അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനൻഡ് ആൻഡ് ഹിസ് വൈഫ് സോഫിയ. ഫ്രാൻസിസ് ഫെർഡിനൻഡും അദ്ദേഹത്തിൻ്റെ വൈഫായ സോഫിയയെയും കൊന്നതാണ് ഫസ്റ്റ് വേൾഡ് വാർ പെട്ടെന്ന് ഉണ്ടാകുന്നതിനുള്ള കാരണം.
അതായത് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെയും അദ്ദേഹത്തിൻ്റെ വൈഫായ സോഫിയെയും കൊന്നുകളഞ്ഞു. ഇതാണ് കാരണം. ഹി വാസ് ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഫ്രാൻസിസ് ഫെർഡിനൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെ അനന്തരാവകാശിയാണ്. ഫ്രാൻസിസ് ഫെർഡിനൻഡ്, ഹി വാസ് ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ കിരീടാവകാശിയാണ്, രാജാവകാശിയാണ് അദ്ദേഹം. ഹി വാസ് അസാസിനേറ്റഡ് അറ്റ് സരാജാവോ, ക്യാപിറ്റൽ ഓഫ് ബോസ്നിയ. ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്. ഓൺ 28 ജൂൺ 1914. 1914 ജൂൺ മാസം 28 തീയതിയാണ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്. ജൂൺ മാസം 28 1914 ഫ്രാൻസിസ് ഫെർഡിനൻഡിനെയും അദ്ദേഹത്തിൻ്റെ വൈഫായ സോഫിയെയും എവിടെ വെച്ച് കൊന്നത്? സരാജവോ എന്ന് പറയുന്ന സ്ഥലത്ത്, ക്യാപിറ്റൽ ഓഫ് ബോസ്നിയ, ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വധിച്ചു. ദ അസാസിൻ പ്രിൻസപ്പ് വാസ് ദ നേറ്റീവ് ഓഫ് സെർബിയ. വധിച്ചത് പ്രിൻസപ്പ് എന്ന് പറയുന്ന സെർബിയക്കാരനും ആയിരുന്നു. സെർബിയയിലെ ആളാണ് ഇവിടെ വന്ന് ഇദ്ദേഹത്തിനെ വധിച്ചത്. മോറോവർ ദ കോൺസ്പിറസി വാസ് പ്ലാൻഡ് അറ്റ് സെർബിയ ബൈ എ സീക്രട്ട് സൊസൈറ്റി കാൾഡ് ബ്ലാക്ക് ഹാൻഡ്. ബ്ലാക്ക് ഹാൻഡ് എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ സംഘടന, ഒരു തീവ്രവാദ സംഘടനയാണ് സെർബിയയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ കൊല്ലണം എന്നുള്ള പ്ലാൻ നടത്തിയത്. മനസ്സിലായി? 1914 ജൂൺ മാസം 28 തീയതിയാണ് പ്രിൻസപ്പ് എന്ന് പറയുന്ന സെർബിയക്കാരൻ ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ വൈഫായ സോഫിയെയും കൊന്നുകളഞ്ഞത്. എവിടെ വെച്ചാണ് കൊന്നുകളഞ്ഞത്? സരാജവോ, ക്യാപിറ്റൽ ഓഫ് ബോസ്നിയ, ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജവോയിൽ വെച്ചിട്ട് കൊല്ലുകയും ചെയ്തു. ഓസ്ട്രിയ വാസ് അലാംഡ് ബൈ ദ ഇൻസിഡൻറ്റ്. ഞെട്ടിപ്പോയി, ഓസ്ട്രിയ ഞെട്ടിപ്പോയി. അവരുടെ കിരീടാവകാശിയെ, രാജാവകാശിയെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ആൻഡ് ഷീ ഡിമാൻഡഡ് പബ്ലിക് എൻക്വയറി. കേസ് അന്വേഷിക്കണം, ആരാണ് കൊന്നത്, എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന് അന്വേഷിക്കണം. ബട്ട് സെർബിയ റെഫ്യൂസ്ഡ് ടു ഡു സോ. എന്നാൽ ഓസ്ട്രിയയുടെ ഈ ആവശ്യം സെർബിയ നിരാകരിച്ചു. അത് സെർബിയക്കാർ വളരെ കാര്യമായിട്ട് എടുത്തില്ല. റെഫ്യൂസ്ഡ് ടു ഡു സോ. അന്വേഷണം നടത്തുവാൻ സെർബിയ തയ്യാറായില്ല. സൂൺ ഓസ്ട്രിയ ഡിക്ലെയർഡ് വാർ അഗൻസ്റ്റ് സെർബിയ ഓൺ 28 ജൂലൈ 1914. ഉടനെ തന്നെ ഓസ്ട്രിയ സെർബിയക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. വർഷം 1914 ജൂലൈ മാസം 28 തീയതി. ഈ ഡേറ്റ് മറക്കരുത്. 1914 ജൂൺ മാസം 28 തീയതിയാണ് വധിക്കുന്നത്. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെയും വൈഫിനെയും വധിക്കുന്നത്, കൊന്നുകളയുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ മാസം 28 തീയതി 1914 ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിച്ചത്. റഷ്യ സെൻഡ് ആൻ ആർമി ടു സപ്പോർട്ട് സെർബിയ എഗൻസ്റ്റ് ഓസ്ട്രിയ. ഓസ്ട്രിയക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഒരു ട്രൂപ്പിനെ സെർബിയയ്ക്ക് അയച്ചു കൊടുത്തു. സെർബിയയ്ക്ക് സഹായത്തിന് വേണ്ടി, സെർബിയയെ സഹായിക്കുന്നതിന് വേണ്ടി റഷ്യൻ ട്രൂപ്പിനെ റഷ്യ വിട്ടുകൊടുത്തു. ആർക്കെതിരായിട്ടാണ്? ഓസ്ട്രിയയ്ക്ക് എതിരായിട്ട്. ബീയിങ് എ മെമ്പർ ഓഫ് ട്രിപ്പിൾ അലയൻസ്, ജർമ്മനി സെൻഡ് ആൻ ആർമി അഗൻസ്റ്റ് സെർബിയ. ട്രിപ്പിൾ അലയൻസിൻ്റെ മെമ്പർ ആയതുകൊണ്ട് ജർമ്മനി അവരുടെ സൈന്യത്തെയും സെർബിയയ്ക്ക് എതിരായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ആൻഡ് ഡിക്ലെയർഡ് വാർ അഗൻസ്റ്റ് റഷ്യ. റഷ്യക്കെതിരായിട്ട് യുദ്ധം ജർമ്മനി പ്രഖ്യാപിക്കുകയും ചെയ്തു. റഷ്യക്കെതിരായിട്ട് യുദ്ധം ജർമ്മനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻഡൻറ്റ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞല്ലോ, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡൻറ്റെയും എന്ന് പറഞ്ഞിട്ട് രണ്ട് ശക്തികളുണ്ട്. ജർമ്മനി ജോയിൻ ചെയ്യുന്നു, റഷ്യ ജോയിൻ ചെയ്യുന്നു. റഷ്യയ്ക്ക് പിന്തുണയായിട്ട് അടുത്ത് ബ്രിട്ടൻ വരുന്നു, ഫ്രാൻസ് വരുന്നു. അതുപോലെ തന്നെ ഇറ്റലി ജർമ്മനിക്ക് സഹായത്തിന് വരുന്നു. ഓസ്ട്രിയ ആൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡൻറ്റെയും തമ്മിൽ
വളരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുന്നു. ഇതിനെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമ്മൾ അറിയപ്പെടുകയും ചെയ്തു. വർഷം 28 ജൂലൈ 1914, 1914 ജൂലൈ മാസം 28 ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നു. ഇതാണ് അതിൻ്റെ കോഴ്സ്. ഇനി അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്? The First World War is regarded as the most frightful war that the mankind had experienced so far. മാനവരാശി കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ദ വാർ കോസ്റ്റ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ധാരാളം പേര് ചത്തൊടുങ്ങി, ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി, സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞു. In that war, 48 million soldiers fought on the side of Allied powers, and 23 million soldiers fought on the other side. Allied powersന് ഏതാണ്ട് 48 million soldiers ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നു. 23 million soldiers മറ്റ് സൈഡിലും ഫോട്ട് ചെയ്തു എന്ന് പറയുന്നു. Among them, 9 million soldiers died. 9 million soldiers അതിൽ മരണമടയുന്നു. And 22 million were wounded. 22 മില്യൺ സോൾജിയേഴ്സിന് മുറിവേൽക്കുകയും ചെയ്തു, പരിക്ക് ഏൽക്കുകയും ചെയ്തു. മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഡൈഡ് ഡ്യൂ ടു സ്റ്റാർവേഷൻ. പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞതാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണി കാരണം മരിച്ചുപോയി, ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയി. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ധാരാളം ആൾക്കാർ ഭക്ഷണം കിട്ടാതെ, സ്റ്റാർവേഷൻ കാരണം, പട്ടിണി കാരണം മരിച്ചു. ദ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് മെനി സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. മാത്രമല്ല ധാരാളം സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വഴിതെളിച്ചു. അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഡിസീസസ്, ഇൻഫ്ലേഷൻ, ഷോർട്ടേജ് ഓഫ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എക്സെട്ര വെയർ ഫേസ്ഡ് ബൈ ദ വിക്ടോറിയസ് പവേഴ്സ് ആസ് വെൽ ആസ് ദ ഡിഫീറ്റഡ്. വിജയിച്ച ശക്തികൾക്കും പരാജയപ്പെട്ട ശക്തികൾക്കും ഒരുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് ഉണ്ടായി എന്നതാണ്. അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലായ്മ, പോവർട്ടി, ദാരിദ്ര്യമുണ്ടായി, ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയാണ്, പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, നാണയപ്പെരുപ്പം, അതിൻ്റെ ഷോർട്ടേജ് ഓഫ് ഫുഡ്, ക്ലോത്ത്, ആഹാരമില്ല, വസ്ത്രമില്ല, ഷെൽട്ടർ, പാർപ്പിടമില്ല. അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. മില്യൺസ് ഓഫ് പീപ്പിൾ വെയർ ഡൈഡ് ഓഫ് എപ്പിഡമിക്സ്. എപ്പിഡമിക്സ് എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ചത്തൊടുങ്ങി. ദസ് ദ ഫസ്റ്റ് വേൾഡ് വാർ വിച്ച് വാസ് എയിംഡ് ടു എൻഡ് ആൾ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ന്യൂ പ്രോബ്ലംസ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഉദ്ദേശം എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ സംഭവിച്ചത് എന്താണ്? എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഫസ്റ്റ് വേൾഡ് വാർ ആയിരുന്നു എന്നതാണ്. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, വിക്ടോറിയസ് പവേഴ്സ് വെയർ അസംബിൾഡ് അറ്റ് പാരീസ് ആൻഡ് ഇറ്റ് കെയിം ടു ബി കോൾഡ് പാരീസ് പീസ് കോൺഫറൻസ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനത്തിൽ വിജയിച്ച ശക്തികളെല്ലാം കൂടി ചേർന്ന് ഒരു സമ്മേളനം നടത്തി. പാരീസിൽ വെച്ചിട്ടാണ് കൂടിയത്. ഇതിനെ പാരീസ് പീസ് കോൺഫറൻസ് എന്നാണ് അറിയപ്പെട്ടത്. ദ ഡോമിനൻ്റ് ഫിഗേഴ്സ് ഇൻ ദാറ്റ് കോൺഫറൻസ് വെയർ. ഈ കോൺഫറൻസിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ലോയിഡ് ജോർജ് ഓഫ് ബ്രിട്ടനിലെ ലോയിഡ് ജോർജ്. 2 ക്ലെമൻ ഷൂ ഓഫ് ഫ്രാൻസിലെ ക്ലെമൻ ഷൂ. വുഡ്രോ വിൽസൺ ഓഫ് USA, അമേരിക്കയിലെ വുഡ്രോ വിൽസൺ. ഓർലാൻഡ് ഓഫ് ഇറ്റലിയിലെ ഓർലാൻഡ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇറ്റ് മെയ്ഡ് സെപ്പറേറ്റ് ട്രീറ്റീസ് വിത്ത് ഈച്ച് നേഷൻ. ഓരോ രാജ്യങ്ങളുമായിട്ട് സെപ്പറേറ്റ് ട്രീറ്റികളുണ്ടാക്കി, സന്ധികളുണ്ടാക്കി. ദേ ഫോംഡ് എ ട്രീറ്റി വിത്ത് ജർമ്മനി കോൾഡ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. അതിൽ ജർമ്മനിയുമായിട്ടുണ്ടാക്കിയ ഒരു ട്രീറ്റിയായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സായി ഉടമ്പടി. ഈ വേഴ്സായി ഉടമ്പടിയാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു സന്ധിയായിരുന്നു വേഴ്സായി ഉടമ്പടി. ഇത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനത്ത് ജർമ്മനിയുമായിട്ട് ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. By that treaty, the victorious powers argued that
ജർമ്മനി alone was responsible for the outbreak of the First World War. വേഴ്സായി ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം വിക്ടോറിയസ് പവേഴ്സ് വാദിച്ചത് ഇങ്ങനെയാണ്: ജർമ്മനി എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം മാത്രമാണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള കാരണക്കാരൻ. ജർമ്മനി മാത്രമാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാരണക്കാരൻ എന്ന് കുറ്റം ആരോപിക്കുകയും ചെയ്തു. ഷി വാസ് ഫോഴ്സ്ഡ് ടു ഗീവ് എ ഹ്യൂജ് വാർ ഇൻഡെമിനിറ്റി. വേറെ നിവൃത്തിയില്ലാതെ ജർമ്മനിക്ക് വലിയ യുദ്ധ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടും വന്നു. ഹർ കോളനീസ് വെയർ ഷെയർഡ് ബൈ ദ വിക്ടോറിയസ് പവേഴ്സ്. ജർമ്മനിയുടെ കോളനികളെല്ലാം വിക്ടോറിയസ് പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയി. ഷി വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് അൾസൈസ് ആൻഡ് ലൊറൈൻ ടു ഫ്രാൻസ്. യൂണിഫിക്കേഷൻ സമയത്ത് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത അൾസൈസ് ആൻഡ് ലൊറൈൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ ജർമ്മനി ഫ്രാൻസിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളും ഫ്രാൻസിന് തിരിച്ചു കൊടുത്തു. ആൻഡ് ഷീ വാസ് കംപ്ലീറ്റ്ലി ഡിസാംഡ്. പൂർണ്ണമായിട്ടും ജർമ്മനിയെ ഡിസാം ചെയ്തു. ഡിസാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരായുധീകരണം നടത്തി. ആയുധങ്ങളൊന്നും നിങ്ങൾ വയ്ക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആക്കി മാറ്റുകയും ചെയ്തു. ദ വിക്ടോറിയസ് പവേഴ്സ് മേഡ് ട്രീറ്റി വിത്ത് ഓസ്ട്രിയ ഹംഗറിയുമായിട്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കി. ആൻഡ് ദാസ് 2 കിങ്ഡംസ് ഓഫ് ഓസ്ട്രിയ ആൻഡ് ഹംഗറി എസ്റ്റാബ്ലിഷ്ഡ്. അതുവരെയും ഒറ്റ സാമ്രാജ്യമായിട്ട് നിന്നു ഓസ്ട്രിയ ഹംഗറി. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ ഓസ്ട്രിയയുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കിയിട്ട് ഹംഗറിയെ സെപ്പറേറ്റ് ചെയ്തു. ഹംഗറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറി. അപ്പോൾ ഓസ്ട്രിയ വേറെ രാജ്യം, ഹംഗറി വേറെ രാജ്യം. അങ്ങനെ ഓസ്ട്രിയയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓസ്ട്രിയ ഹംഗറി എന്നുള്ള ഒറ്റ രാജ്യത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 രാജ്യങ്ങളായിട്ട് മാറ്റി. ഒന്ന് ഓസ്ട്രിയ, 2 ഹംഗറി. ടർക്കി ആൾസോ ഡിസ്മെമ്പേർഡ്. ആ ചരിത്രം നമുക്കറിയാം. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നു. ഖലീഫയുടെ സ്ഥാനം പോകുന്നു. തുർക്കി സാമ്രാജ്യത്തിന് ചിഹ്ന ഭിന്നമാക്കി. ഡിസ്മെമ്പേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ചിഹ്ന ഭിന്നമാക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെല്ലാം യൂറോപ്യൻ പവേഴ്സ് വീതിച്ചെടുത്തുകൊണ്ട് പോയി. തുർക്കി എന്ന രാജ്യം ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്രഷനായിട്ട് മാറ്റി. ന്യൂ സ്റ്റേറ്റ്സിലേക്ക് ചെക്കോസ്ലോവാക്യ, യൂഗോസ്ലാവിയ ആൻഡ് പോളണ്ട് വെയർ സെറ്റപ്പ് ഓർ എസ്റ്റാബ്ലിഷ്ഡ്. പുതിയ ചില രാജ്യങ്ങളെ രൂപപ്പെടുത്തി. ചെക്കോസ്ലോവാക്യ, യൂഗോസ്ലാവിയ, പോളണ്ട് തുടങ്ങിയിട്ടുള്ള ചില രാജ്യങ്ങളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ദ ഫസ്റ്റ് വേൾഡ് വാർ ലെഡ് ടു ദ റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത്, മറ്റൊരു ആഫ്റ്റർ മാത്സ് എന്ന് പറയുന്നത്, മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഇറ്റലിയിലും ജർമ്മനിയിലും ഡിക്റ്റേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നതാണ്. നാസി ഡിക്റ്റേറ്റർഷിപ്പ് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഇറ്റലിയിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ 2 ഡിക്റ്റേറ്റർഷിപ്പ് ജർമ്മനിയിലും ഇറ്റലിയിലുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ദ വാർ കോസ്റ്റ് ദ എൻഡ് ഓഫ് ആബ്സല്യൂട്ട് മൊണാർക്കി ഇൻ റഷ്യ. ഇതിൻ്റെ മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് സർ രാജവംശത്തിൻ്റെ ഭരണം എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ് റഷ്യയിൽ. അതായത് റഷ്യയുടെ ഏകാധിപത്യ ഭരണം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കപ്പെട്ടു. ഓസ്ട്രിയ ആൻഡ് ടർക്കി 3 രാജ്യങ്ങളിൽ, പ്രധാനമായിട്ടും 3 രാജ്യങ്ങളിൽ അബ്സല്യൂട്ട് മൊണാർക്കി അവസാനിപ്പിച്ചു. 1 റഷ്യ, 2 ഓസ്ട്രിയ, 3 ടർക്കി. 3 രാജ്യങ്ങളിലും അവസാനിപ്പിക്കപ്പെട്ടു. The most significant result of the First World War was the formation of an international peace organization called League of Nations. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരേ ഒരു നേട്ടം എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു സമാധാന സംഘടന ലോകത്താദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നതാണ്. ബാക്കിയെല്ലാം നെഗറ്റീവ് റിസൾട്ട് മാത്രമാണ്. ഒരു പ്രയോജനവും ഇല്ല. ആൾക്കാരെല്ലാം ചത്തൊടുങ്ങി. രൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടായി. ഒരേ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. ഒരു പുതിയ സംഘടന ഉണ്ടാക്കി. അതും വലിയ പ്രയോജനമൊന്നും ചെയ്തില്ല എന്നതാണ് സത്യം. The most significant result of the First World War was the formation of an international peace organization called League of Nations. League of Nations എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന, അന്തർദേശീയ സമാധാന സംഘടന ഉണ്ടാകുന്നതിന് വഴിതെളിച്ചു ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.